عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. إن شاء الله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കഥകളിൽ മൂന്നാമത്തേതാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പറയുന്നത്. നമ്മളൊക്കെ സാധാരണ കുറച്ചൊക്കെ ദർസുകൾ കേട്ട് പരിചയമുള്ള ആളുകൾക്ക് പരിചയമുള്ള സംഭവ കഥയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ അവരുടെ സഹീഹുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാന ഫീമൻ കാന ഖബ്ലകും റജുലുൻ, നിങ്ങളുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. ഖതല 99 നഫ്സ, അയാൾ 99 ആളുകളെ കൊന്നിട്ടുണ്ട്. ഇസ്ലാമിൽ വളരെ ഗൗരവമുള്ള തിന്മയാണ് കൊലപാതകം എന്നുള്ളത്. ഈ വ്യക്തി 99 ആളുകളെ കൊന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ഫസഅല അൻ അഅലമി അഹ്ലിൽ അർദ്, അങ്ങനെ ഈ ഭൂമിയിലുള്ള ഏറ്റവും അറിവുള്ളയാളെക്കുറിച്ച് അയാൾ അന്വേഷിച്ചു. ഫദുല്ല അലാ റാഹിബ്, അങ്ങനെ ഒരു പുരോഹിതൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിച്ചു. ഇന്നൊരു വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയാൾ വഴി കാണിക്കപ്പെട്ടു. ഫഅതാഹു ഫഖാൽ, അങ്ങനെ ആ റാഹിബിൻ്റെ അടുത്ത് ചെന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്, ഇന്നഹു ഖതല 99 നഫ്സ, ഒരാൾ 99 ആളെ കൊന്നിട്ടുണ്ട്. ഫഹൽ ലഹു മിൻ തൗബ, അയാൾക്ക് തൗബയുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ല, അയാൾക്ക് തൗബയില്ല. ഫഖതലഹു ഫകമ്മല ബിഹി 100, അത് കേട്ടപ്പോൾ അയാളെ കൂടി കൊന്ന് അദ്ദേഹം 100 തികച്ചു. അദ്ദേഹം 100 ആളെ കൊന്നയാളായി. ثم سأل عن أعلم أهل الأرض, വീണ്ടും അദ്ദേഹം വിവരമുള്ള പണ്ഡിതനായ ഒരാളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഫദുല്ല അലാ റജുലിൻ ആലിമിൻ, ഈ പ്രാവശ്യം അദ്ദേഹത്തിന് ശരിയായ അറിവുള്ള ഒരാളിലേക്കാണ് വഴി കാണിക്കപ്പെട്ടത്. ഇന്നടുത്തൊരു പണ്ഡിതനുണ്ട്, വിവരമുള്ളയാളുണ്ട് എന്ന് പറഞ്ഞ് ഫഖാൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, ഇന്നഹു ഖതല 100 നഫ്സിൻ ഫഹൽ ലഹു മിൻ തൗബ, 100 ആളെ കൊന്നിട്ടുണ്ട്, അയാൾക്ക് തൗബയുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അയാൾ പറഞ്ഞു, നഅം, അതെ, തൗബയുണ്ട്. പണ്ഡിതനായ വ്യക്തി മറുപടി പറഞ്ഞു, തൗബയുണ്ട്. വമൻ യഹൂലു ബൈനഹു വബൈന തൗബ, അവനും തൗബക്കുമിടയിൽ ആരാണ് മറയിടാനുള്ളത്, ആരാണ് മറയിടുന്നത്? തൗബയുണ്ട്. 100 ആളെ കൊന്നിട്ടുണ്ടെങ്കിലും അയാൾക്ക് തൗബയുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പണ്ഡിതനായ വ്യക്തി ഈ 100 ആളെ കൊന്ന ആൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇൻതലിഖ് ഇലാ അർദി കദ വകദ, ഇന്ന നാട്ടിലേക്ക്, ഇന്ന ഒരു നാടുണ്ട്, ആ നാട്ടിലേക്ക് നീ പോകണം. ഫഇന്ന ബിഹാ ഉനാസൻ യഅ്ബുദൂനല്ലാഹ ഫഅ്ബുദില്ലാഹ മഅഹും, അവിടെ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട്, അവരുടെ കൂടെ അവരോടൊപ്പം ഇബാദത്ത് ചെയ്ത് നീ കഴിച്ചു കൂട്ടുക. വലാ തർജിഅ ഇലാ അർദിക ഫഇന്നഹ അർദു സൂ, നിന്റെ നാട്ടിലേക്ക് നീ തിരിച്ചു വരരുത്, അതൊരു മോശപ്പെട്ട നാടാണ്. അതുകൊണ്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകളുണ്ട്, അവരുടെ കൂടെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. ഈ നാട്ടിലേക്ക് നീ തിരിച്ചു വരരുത്. ഫഇന്നഹ അർദു സൂഇൻ, നിന്റെ ഈ നാട് വളരെ മോശപ്പെട്ട വൃത്തികെട്ട നാടാണ്. അങ്ങനെ ഫൻതലഖ, അത് കേട്ട സമയത്ത് തന്നെ അദ്ദേഹം പെട്ടെന്ന്
ആ നാട് ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഹത്ത ഇദ നസഫത് ത്വരീഖ് അതാഹുൽ മൗത്ത്. വഴി പകുതി പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന് മരണം ആസന്നമായി. അദ്ദേഹത്തെ മരണം പിടികൂടി. അദ്ദേഹം മരിച്ചു. വഴിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. ഫഖ്തസമത് ഫീഹി മലായികത്തുർ റഹ്മ വമലായികത്തുൽ അദാബ്. അദ്ദേഹത്തിൻ്റെ റൂഹിനെ അദ്ദേഹത്തിൻ്റെ ഇയാൾ മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ റൂഹിനെ സ്വീകരിക്കാൻ റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ ശിക്ഷയുടെ മലക്കുകളും ഒന്നിച്ചു വന്നു. അവർ തർക്കമായി. ഫഖാലത്ത് മലായികത്തുർ റഹ്മ, റഹ്മത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, ജാഅ തായിബൻ മുഖ്ബിലൻ ബിഖൽബിഹി ഇലല്ലാഹ്. തൗബ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഹൃദയം അള്ളാഹുവിലേക്ക് തിരിച്ച് തൗബയോടുകൂടിയാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണം എന്ന രൂപത്തിൽ അവർ പറഞ്ഞു. വഖാലത്ത് മലായികത്തുൽ അദാബ്. ആ സമയത്ത് ശിക്ഷയുടെ മലക്കുകൾ പറഞ്ഞു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തു. ഇല്ല, ഇയാൾ ഒരു നന്മ പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളാണ് അയാളെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ തർക്കമായി. ഫഅതാഹും മലക്കുൻ ഫീ സൂറത്തി ആദമി. അങ്ങനെ അല്ലാഹു തആല ഒരു മലക്കിനെ നിയോഗിച്ചു. അവിടേക്ക് ഒരു മനുഷ്യരൂപത്തിലൊരു മലക്ക് അവരുടെ അടുത്തേക്ക് കടന്നു വന്നു. ഫജഅലൂഹു ബൈനഹും. ഈ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തി അവർക്കിടയിൽ ആക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഖീസു മാ ബൈനൽ അർദൈൻ ഫഇല അയ്യതിഹിമാ കാന അദ്ന ഫഹുവ ലഹു. നിങ്ങൾ അളക്കുക, ഈ രണ്ട് സ്ഥലങ്ങളും അതിനിടയിലുള്ള ദൂരം അളക്കുക എന്ന് പറഞ്ഞാൽ, അയാൾ ഏത് നാട്ടിൽ നിന്നാണ് പുറപ്പെട്ടത് അവിടേക്കുള്ള ദൂരവും അയാൾ ചെന്നെത്തിച്ചേരാനുള്ള നാടും, ആ രണ്ട് ഭാഗവും അളക്കാൻ പറഞ്ഞു. ഫഇല അയ്യതിഹിമാ കാന അദ്ന ഫഹുവ ലഹു. അയാൾ ഏത് നാട്ടിലേക്കാണോ അടുത്തത് അതിലേക്കാണ് അയാൾ ഉള്ളത്. ഫഖാസൂഹു ഫവജദൂഹു അദ്ന ഇലൽ അർദി അല്ലതി അറാദ്. അങ്ങനെ അളന്നു നോക്കിയപ്പോൾ അയാൾ ലക്ഷ്യം വെച്ച് പോയ നാട്ടിലേക്കാണ് അയാൾ കൂടുതൽ അടുത്തിട്ടുള്ളത്. വേറെ ചില റിവായത്തിൽ ഒരു ചാണ് അദ്ദേഹം അടുത്തിട്ടുള്ളത് എന്താണ്, അദ്ദേഹം ലക്ഷ്യം വെച്ച ആ നല്ല മനുഷ്യന്മാരുള്ള നാട്ടിലേക്കാണ് അയാൾ അടുത്തിട്ടുള്ളത്. ഒരു ചാണ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ലക്ഷ്യം വെച്ച നാട്ടിലേക്കാണ് കൂടുതൽ അടുത്തത് എന്നുള്ളത് കൊണ്ട് മലായികത്തുർ റഹ്മ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഫഖബലത്ഹു മലായികത്തുർ റഹ്മ. റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂഹ് സ്വീകരിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. വേറെ ചില റിവായത്തിൽ കാണാം, ഫകാന ഇലൽ ഖറിയത്തി സാലിഹ അഖറബ ബിശിബ്ർ. ആ നല്ല നാട്ടിലേക്ക് അയാൾ ഒരു ചാണ് ഏകദേശം അടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ, നല്ലവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ആക്കി. അങ്ങനെ അയാളെ നല്ലവരുടെ കൂട്ടത്തിൽ കണക്കാക്കി അദ്ദേഹത്തെ മലായികത്തുർ റഹ്മ സ്വീകരിച്ചു. വേറെ റിവായത്തിൽ അല്ലാഹു തആല فأوحى الله تعالى إلى هذه أن تباعدي وإلى هذه أن تقربي. ആ മോശപ്പെട്ട നാടിനോട് പറഞ്ഞു, നീ അകലണം. അല്ലാഹു തആല ഭൂമിക്ക് വഹി നൽകിയെന്നാണ്. ആ നല്ല നാടിനോട് പറഞ്ഞു, തഖറബി, നീ അടുത്ത് വരിക, അളവിൽ അടുക്കാൻ വേണ്ടി. ഇതും വേറെ ചില റിവായത്തുകളിൽ കാണാം. ഇതാണ് സംഭവം. പരിചയമുള്ള ഒരു കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സംഭവിച്ച കഥയാണ്.
ഇതിൽ നമ്മൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പാഠം എന്നുള്ളത്, എത്ര ഗൗരവമുള്ള തിന്മയാണെങ്കിലും തെറ്റാണെങ്കിലും തൗബയുടെ വാതിൽ തുറക്കപ്പെട്ടതാണ്. എത്ര ഗുരുതരമായ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു അത് സ്വീകരിക്കും. കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരും. ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരാരാണ്? അള്ളാഹുവിലേക്ക് ധാരാളമായി തൗബ ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കലും നമ്മളെ ബാധിക്കാൻ പാടില്ലാത്ത ഒന്നാണ് നിരാശ. എത്ര ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സത്യസന്ധമായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ, തൗബ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അക്രമം ചെയ്തിട്ടുള്ള ആളുകളോട്, അക്രമം ചെയ്ത ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹ് നിനക്ക് പുറത്തു തരൂല, ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട്, ഞാനൊന്നും ശരിയാകാൻ പോകുന്നില്ല, അത്രയും തോന്നിവാസം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിരാശ നമ്മളെ ബാധിക്കരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ തിന്മകളും പുറത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. എത്ര തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദുനിയാവിൽ വെച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു അത് സ്വീകരിക്കും. ഏറ്റവും ഗുരുതരമായ തിന്മ ഏതാണ്? ശിർക്കാണ്. ആ ശിർക്ക് ചെയ്താൽ പോലും മരിക്കുന്നതിന് മുമ്പ് തൗബക്കുള്ള അവസരമുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ, ശിർക്കോടുകൂടി ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല എന്ത് ചെയ്യുക? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ശിർക്കോടുകൂടി ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ശിർക്കല്ലാത്ത ഏത് പുറത്താലും ശിർക്ക് അള്ളാഹു തആല പുറത്തു തരികയില്ല. പക്ഷെ മരിക്കുന്നതിന് മുമ്പോ, ജീവിതകാലത്ത് എന്തു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് സത്യസന്ധമായി മടങ്ങിയാൽ അള്ളാഹു തആല അത് സ്വീകരിക്കും. ഇതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നോക്കി, ഒരാളെ കൊല്ലുക എന്ന് പറയുന്നതിന് എത്ര ഗൗരവമുള്ള വിഷയമാണ്. 100 ആളാണ് അദ്ദേഹം കൊന്നിട്ടുള്ളത്. അയാൾക്ക് പോലും അള്ളാഹു തആല തൗബ അയാളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര ഗുരുതരമായ തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിലും സത്യസന്ധമായി ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ആരാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകുക? കാഫിറുകളാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ടുള്ള നിരാശ അത് കുഫ്റാണ്. വലാ തയഅസു മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മ, അതിൽ നിന്ന് നിരാശരാവുക കാഫിറുകൾ മാത്രമാണ്. കാഫിറുകൾക്കാണ് ആ നിരാശ ഉണ്ടാവുക. നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പോൾ എത്ര തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ചെറുതും വലുതുമായ എന്തെല്ലാം തിന്മകൾ സംഭവിച്ചിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും. അതിന് പറ്റിയ മാസമാണെന്ത്? റമദാൻ. നമ്മൾക്ക് ജീവിതം അടിമുടി മാറ്റാൻ, നമ്മുടെ ജീവിതം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന രൂപത്തിലേക്ക് ക്രമപ്പെടുത്താൻ എല്ലാ നിലക്കും സൗകര്യമുള്ള ഒരു സന്ദർഭം, സമയമാണ് റമദാൻ. അത് നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കണം. അള്ളാഹുവിനത് ഇഷ്ടമാണ്. അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹുവിന് തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നമുക്ക് ഗുരുതരമായ തിന്മകൾ ചെയ്താലും അള്ളാഹു തആല അവനിലേക്ക് മടങ്ങി വന്നാൽ അള്ളാഹു പിന്നെ അവനെ ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു വെറുത്ത, അള്ളാഹു ഹറാമാക്കിയ
ധാരാളക്കണക്കിന് തിന്മ ചെയ്തയാളാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ, സത്യസന്ധമായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ, പിന്നീട് ആ വ്യക്തിയോട് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലാഹു അശദ്ദു ഫർഹതൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അള്ളാഹു ഒരടിമ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അള്ളാഹു സന്തോഷിക്കുന്ന പറഞ്ഞ് തിന്മകൾ ധാരാളമായി ചെയ്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരു അടിമ അള്ളാഹുവിലേക്ക് മടങ്ങി വരുമ്പോൾ, ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങി വരുമ്പോൾ അള്ളാഹു ആ പ്രവർത്തനത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു. ലം യജി ഹാദൽ ഫറഹു ഫീ ഷൈഇൻ മിനത്താആത്ത് സിവ തൗബ. ഇതുപോലെയുള്ള ഒരു സന്തോഷം ഒരു നന്മയുടെ വിഷയത്തിൽ വന്നിട്ടില്ല. അള്ളാഹു ഇതുപോലെ സന്തോഷിക്കുമെന്ന് മറ്റൊരു നന്മയെക്കുറിച്ചും പറഞ്ഞ് സിവ തൗബ, തൗബയല്ലാതെ. തൗബ ചെയ്യുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നത് പോലെ മറ്റൊരു നന്മ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്ക്, അള്ളാഹു സന്തോഷിക്കും. അള്ളാഹുവിലേക്ക് ഒരു അടിമ തിരിച്ചു വരുമ്പോൾ അവൻ ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുത്ത് പിന്നെ അള്ളാഹു സന്തോഷിക്കുകയാണ്. അള്ളാഹു തആല അവനെ ഇഷ്ടപ്പെടുകയാണ്. അത്തായിബു മിന ദംബി കമൻ ലാ ദംബ ലഹ്. ഒരാൾ സത്യസന്ധമായി തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ആ തൗബ അള്ളാഹു സ്വീകരിച്ച പിന്നെന്താണ്? പിന്നെ അവൻ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. പക്ഷെ തൗബ എന്താകണം? സത്യസന്ധമാകണം. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. അത്തൗബത്തു നസൂഹ എന്ന് പറഞ്ഞാൽ അത്തൗബത്തു സാദിഖ, സത്യസന്ധമായ തൗബയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം പറയാം ഒരു തൗബ എപ്പോഴാണ് സത്യസന്ധമായ തൗബയാവുക എന്നുള്ളത്. അപ്പോൾ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ്? തൗബ. എത്ര തന്നെ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചില ആളുകൾക്ക് നിരാശ ബാധിക്കും, അല്ലെങ്കിൽ അവർ ചില തെറ്റായ വിശ്വാസം പേർന്ന ആളുകളിലെ അവർ നമ്മൾ പാപികളാണ്, അള്ളാഹുവിലേക്ക് നേരിട്ട് പറയാൻ നമുക്ക് അർഹതല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇടയാളന്മാരെ വെച്ച് അവരോട് പറയുന്ന അവസ്ഥ അല്ലേ? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസനി വഅദത് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ വെച്ച് നമ്മൾ നേരിട്ട് അള്ളാഹുവിനോട് നമ്മൾ പാപികളാണ്, അതുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് പറയുക എന്നുള്ളത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഇത് ഏറ്റവും ഗുരുതരമായ ഒരു തിന്മയിൽ നിന്ന് തൗബ ചെയ്യുക എന്നുള്ള കാര്യത്തിന് വേണ്ടി അയാൾ തയ്യാറായി. അതിനേക്കാൾ ഗൗരവമുള്ള തിന്മയിലേക്കാണ് ചെന്ന് ചാടിയത്. ശിർക്കാണ് സംഭവിക്കുന്നത്. നമ്മൾ എത്ര തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാബു തൗബത്തി മഫ്തൂഹ്, തൗബയുടെ വാതിൽ അത് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടതാണ്. അള്ളാഹുവിനോട് പറയുക. അള്ളാഹു തആലയോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ അള്ളാഹു തആല അത് സ്വീകരിക്കും. അതാണ് ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ പാഠം. എത്ര ഗുരുതരമായ തെറ്റാണ് ചെയ്തത് അല്ലേ? നമ്മളൊന്നും ഒരാളെയും കൊന്നിട്ടില്ല, പക്ഷെ 100 ആളെ കൊന്നിട്ടും അള്ളാഹു തആല എന്ത് ചെയ്തു? അയാളുടെ സത്യസന്ധമായ തൗബക്ക് അള്ളാഹു തആല അതിന് പ്രതിഫലം, ആ തൗബ സ്വീകരിച്ചു, അയാൾ സ്വർഗത്തിലെത്തി. ഇൻഷാ അല്ലാഹ് അത് പറയാം. അപ്പോൾ ഇതാണ് ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. അതേപോലെ തന്നെ ഇതിലുള്ള ഒരു പാഠമാണ് അള്ളാഹു തആലയുടെ റഹ്മത്തിൻ്റെ വിശാലത ഈ ഹദീസിലുണ്ട്. അള്ളാഹു എത്രത്തോളം അടിമകളോട് കാരുണ്യമുള്ളവനാണ് എന്ന് ഈ ഹദീസിലുണ്ട് അല്ലേ? എന്താണ്? വളരെ ഗുരുതരമായ തെറ്റ് ചെയ്തൊരു വ്യക്തിയായിട്ട് കൂടി അയാൾ ജാഅ തായിബൻ മുഖ്ബിലൻ ഇലല്ലാഹി ബിഖൽബി, അള്ളാഹുവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തൗബയുള്ള മനസ്സോടുകൂടി അയാൾ പുറപ്പെട്ടപ്പോൾ ഒരു നന്മ പോലെ അയാൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ്? അയാളുടെ മനസ്സ്, തൗബയുടെ മനസ്സ്, ആ സത്യസന്ധമായ തൗബ, അതിന് അള്ളാഹു തആല സ്വീകരിച്ചു എന്ന് മാത്രമല്ല, നോക്ക്, ആ പ്രശ്നം പരിഹരിക്കാൻ വന്ന മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞത് എന്താണ്? അളക്കാനാണ്. ആ അളവ് നടക്കുന്ന സമയത്ത് അതിന് മുന്നോടിയായി ആ നല്ല നാടിനോട് അള്ളാഹു തആല പറഞ്ഞു ചഖറബി, അടുക്കുന്ന പറഞ്ഞ്.
മോശപ്പെട്ടതാണ് തബഅദി എന്നാണ്. അങ്ങനെ അളവിൽ ഒരു ചാണിൻ്റെ അളവിലാണ് അയാൾ എന്ത് ചെയ്തത്? നല്ല നാടിലേക്ക് അടുത്ത അയാൾ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ റഹ്മത്തിൻ്റെ മലക്ക് കൊണ്ടുപോയത്. നമുക്ക് ഈ അടിമയെ സ്വർഗത്തിലേക്കാക്കുക എന്നുള്ളതാണ് അള്ളാഹു തീരുമാനിച്ചത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത അറിയിക്കുന്നുണ്ട്. എന്താണ്? സത്യസന്ധമായി തൗബ ചെയ്തതുകൊണ്ട് കിട്ടിയതാണ്. അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു തആല ആ രൂപത്തിൽ അള്ളാഹു തആല നമ്മെ സ്വീകരിക്കും. അപ്പോൾ അള്ളാഹു അടിമകളോട് എത്രത്തോളം കാരുണ്യമുള്ളവനാണ് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹദീസിലുള്ള ഒരു പ്രധാനപ്പെട്ട ഫായിദയാണ് അമാലുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രാധാന്യം ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ശരിക്കും എന്താണ്, ആ മലായിക്കത്തുൽ അദാബ് പറഞ്ഞതുപോലെ ഒരു നന്മകൾ ചെയ്തിട്ടില്ല, പക്ഷേ അയാളുടെ മനസ്സ് അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സ് അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ജഅ തായിബൻ മുഖ്ബിലൻ ബിഖൽബിഹി ഇലല്ലാഹ്, ഹൃദയം അള്ളാഹുവിലേക്ക് തിരിച്ച് അയാൾ തൗബ ചെയ്ത് അയാളുടെ ഹൃദയം ശുദ്ധമായിട്ടുണ്ട്. ഹൃദയത്തിലാണ് നടന്നത്. അയാൾക്ക് ആ തൗബയ്ക്ക് ശേഷം ഒരു നന്മ ചെയ്യാൻ എന്ത് ചെയ്തിട്ടില്ല? സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ അയാൾ മരിച്ചു. അപ്പോൾ അയാൾ ചെയ്ത അമലുകൾ ഏതാണ് അവിടെ ഉള്ളത്? ഹൃദയത്തിലുള്ള അമലാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് സത്യസന്ധമായി മടങ്ങി. ആ മടക്കം അത് അള്ളാഹു സ്വീകരിച്ചു. ഹൃദയം, അതാണ് അടിസ്ഥാനം. നമ്മുടെ ഏത് പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം ഏതാണ്? ഹൃദയമാണ്. നമ്മൾ ഏതൊരു അമലും ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം അത് ശരിയായ മാത്രം അള്ളാഹു സ്വീകരിക്കും. ഒരു കർമ്മം ചെയ്യും പോലെ നിയ്യത്ത്, ഇഖ്ലാസ്, അതെവിടെയാണ്? ഹൃദയത്തിൻ്റെ അമലാണ്. അതുണ്ടെങ്കിലേ അള്ളാഹു തആല അമൽ സ്വീകരിക്കും. നമ്മൾ എത്ര തന്നെ അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമലാണെങ്കിലും ഒരുപാട് സമയം, ദീർഘസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിൽ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല. എപ്പോഴല്ലാതെ? ഇഖ്ലാസ് ഉണ്ടെങ്കിലല്ലാതെ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, ഇഖ്ലാസ് എവിടെയാണ്? ഖൽബിലാണ്. അപ്പോൾ അമാലുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പ്രാധാന്യം ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പണ്ഡിതന്മാരുടെ, അറിവുള്ള ആളുകളുടെ ശ്രേഷ്ഠത ഈ ഹദീസിലുണ്ട് അല്ലേ? പണ്ഡിതൻ, ഒരു പണ്ഡിതനോട് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? കൃത്യമായി ഉത്തരം കിട്ടി. മറ്റേയാൾ എന്താണ്? ഒരു റാഹിബാണ്, അയാൾ ഒരു ആബിദാണ്, അയാൾ പണ്ഡിതനല്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ, ഒരു വിഷയം കൃത്യമായി അറിയാൻ, ദീനിയായ ഒരു കാര്യം അറിയാൻ, ദീനിൽ അറിവുള്ള ആളുകളാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. ആരോടെങ്കിലും ചോദിച്ചാൽ പോരാ. നമ്മൾ ഏറ്റവും സുരക്ഷിതമായി നമ്മൾ സംരക്ഷിക്കേണ്ടത് ഏതാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുക നമ്മുടെ ദീനാണ്. ആ ദീന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഏറ്റവും സൂക്ഷിച്ചിടപെടണം. അത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ അറിവുള്ള ആളുകളാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഏതെങ്കിലും ഒരാളോട് ചോദിച്ചിട്ട് നമുക്ക് പറ്റിയ ഫത്വ വാങ്ങി നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഫത്വ വാങ്ങി ജീവിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ചോദിക്കുന്നയാൾ അറിവുള്ള ആളുകളോട് ചോദിക്കുക എന്ന പാഠം ഇതിലുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അബദ്ധം സംഭവിക്കും. അതേപോലെ അറിവില്ലാത്തവന് സംഭവിക്കുന്ന അപകടം അതിലുണ്ട് അല്ലേ? അറിവില്ലാതെ അയാൾ എന്ത് ചെയ്തു? ഒരു വിധി വിധിച്ചു. അതിനയാൾക്ക് അവിടെ തന്നെ കിട്ടി അല്ലേ? ആ വ്യക്തി തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൗബയില്ല എന്നയാൾ അറിവില്ലാതെ സംസാരിച്ചു. അതിനുള്ള ശിക്ഷ അവിടെ, അല്ലെങ്കിൽ അതിൻ്റെ അപകടം അയാൾ അവിടെ തന്നെ അനുഭവിച്ചു. എന്താണ്? അയാൾ കൊല ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ അറിവില്ലാതെ നമ്മളൊരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ കുറ്റം നമ്മൾ ഏൽക്കേണ്ടി വരും. മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ കാന ഇസ്മുഹു അലാ മൻ അഫ്താ. ദീന് സംസാരിക്കും, നല്ല സൂക്ഷിക്കണം. അറിവില്ലാതെ ആരെങ്കിലും വല്ല ഫത്വയും കൊടുത്താൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ഇസ്മുഹു അലാ മൻ അഫ്താഹു, ആ ഫത്വ കൊടുത്തവനാണ് അതിൻ്റെ കുറ്റമുള്ളത്. ശ്രദ്ധിക്കണം, ദീന് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന പാഠം ഈ സംഭവത്തിലുണ്ട്. അറിവില്ലായ്മയുടെ അപകടം ഈ സംഭവത്തിലുണ്ട്. അറിവിൻ്റെയും അറിവുള്ളവരുടെയും ശ്രേഷ്ഠത ഈ സംഭവത്തിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ആലിം അയാൾ നാടിനെക്കുറിച്ച് അറിവുള്ളയാളായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, താങ്കൾക്ക് തൗബയുണ്ട്, അല്ലെങ്കിൽ തൗബയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്, ഇൻ തലിഖ് ഇല അർദി കദ വകദ ഫഇന്ന ബിഹാ ഉനാസൻ യഅബുദൂനല്ലാഹ് ഫഅബ്ദില്ലാഹ മഅഹും. അപ്പം നാടിനെക്കുറിച്ച് പരിചയമുണ്ട്, ഇന്ന നാടുണ്ട്, ആ നാട്ടിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, അവരുടെ കൂടെ പോയി ഇബാദത്ത് ചെയ്യുക. നാടിനെക്കുറിച്ചും നാടിൻ്റെ അവസ്ഥകളെക്കുറിച്ചും തിരിയുന്ന ആളുകളായിരിക്കുന്നത് യഥാർത്ഥ പണ്ഡിതന്മാർ. അത് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ്. അതേപോലെ തന്നെ ഇതിലുള്ള പ്രധാനപ്പെട്ടൊരു പാഠമാണ്, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ ജീവിക്കുന്ന പരിസരം, നാട്, അതൊരു പ്രധാനമാണ്. നമ്മൾ നന്മയിൽ ജീവിക്കാനും അത് കാരണമാകും, തിന്മയിൽ ചെന്ന് ചാടാനും കാരണമാകും, അല്ലേ? എല്ലാ കച്ചറയും അലമ്പും പ്രശ്നമുള്ളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നന്മയുള്ള ഇബാദത്തുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂടെ കൂടിയാലോ അതും അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ പ്രധാനപ്പെട്ടൊരു കാരണം. അത് ഈ ഹദീസിലുണ്ട്. എന്താ കാര്യം? എന്താണ്? അദ്ദേഹത്തോട്, ഈ 100 ആളെ കൊന്ന വ്യക്തിയോട് ആ പണ്ഡിതൻ ഉപദേശിച്ചത് എന്താണ്? വലാ തർജിഅ ഇലാ അർദിക്, നിന്റെ നാട്ടിലേക്ക് നീ തിരിച്ചു വരരുത്. ഫഇന്നഹ അർദു സൂ, അത് മോശപ്പെട്ട നാടാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അയാൾ ആ നാട്ടിലേക്ക് കൊണ്ട് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യണം? അയാൾ പഴയ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പം നല്ല ഒരു അന്തരീക്ഷം, നല്ല സാഹചര്യം എന്നുള്ളത് നമ്മുടെ ദീനിയായ ജീവിതത്തെ നല്ല നിലക്കും മോശപ്പെട്ട നിലക്കും, നല്ല പരിസരം നമ്മുടെ നല്ല നിലക്ക് സ്വാധീനിക്കും. പരിസരം എന്നുള്ളത് നമ്മുടെ ദീനിയായ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ്. മോശപ്പെട്ട അവസ്ഥ നമ്മുടെ നാട്ടിലെങ്കിൽ അത് നമ്മുടെ ദീനിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു നല്ല അവസ്ഥയാണെങ്കിലോ അത് നമ്മുടെ ജീവിതത്തെ, ദീനിയായ ജീവിതത്തെ ബാധിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ നോക്ക്, ഏറ്റവും ചുരുങ്ങിയ എന്താ പറയുക, നമ്മൾ ആ തിന്മയിലേക്ക് പോയിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി തിന്മ നാട്ടുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ തിന്മയിലേക്ക് പോയിട്ടില്ലെങ്കിലും ആ തിന്മയെക്കുറിച്ചുള്ളൊരു ഗൗരവം കുറയാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ നിറച്ച് കുടിയന്മാരാണ് എന്ന് വിചാരിച്ചോളി, അല്ലെങ്കിൽ തോന്നിവാസം ചെയ്യുന്നു. അത് സ്ഥിരം കണ്ടെന്ത് ചെയ്യും? അതിൻ്റെ ഒരു ഗൗരവം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നല്ല നാട് എന്നുള്ളത് എന്താണ്? നമ്മുടെ നല്ല ദീനിയായ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മോശപ്പെട്ട നാടാണെങ്കിലോ അതും ഇങ്ങനെ തന്നെയാണ്. കള്ളും കഞ്ചാവും ശിർക്കും കുഫറും ബിദ്അത്തും ഖുറാഫാത്തും ഒക്കെയുള്ള നാട്ടിൽ അതിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസം ഉണ്ടാകും. അത് നമ്മൾക്ക് ഇവിടെ അദ്ദേഹം, ഈ പണ്ഡിതൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ഉപദേശത്തിൽ നമുക്ക് കാണാം. ഒരു നാട്ടിൽ അയാളുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട് വൃത്തികേടിൽ ജീവിക്കുന്ന ഒരാൾ നന്നാകണം തീരുമാനിച്ചാൽ ഒന്ന് മാറി താമസിക്കുക, നല്ല ആളുകളുടെ അടുത്തേക്ക് പോവുക എന്നുള്ളത് എന്താണ്? നല്ല കാര്യം. അയാൾ ആ നാട്ടിൽ നിന്നാൽ വീണ്ടും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ആ തിന്മയിലേക്ക് തന്നെ പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യരുത്? ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് എന്താണ്? ഖൈറാണ്, സംശയമില്ല. വേറെ തൊട്ടടുത്ത നാട്ടിലേക്ക്, നമ്മുടെ ഇവിടെ തന്നെയുള്ള കുറച്ചും കൂടി നല്ല സാഹചര്യത്തിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ ഖൈറാണ്. അത് ഈ സംഭവം പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ്. അതേപോലെ തന്നെ നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകെട്ട്, അല്ലെങ്കിൽ കൂട്ടുകെട്ട് എന്നുള്ളത് അതും നമ്മുടെ ദീനിയായ ജീവിതത്തെ രണ്ട് നിലക്കും ബാധിക്കുന്നതാണ്. നല്ല കൂട്ടുകെട്ടാണെങ്കിൽ എന്ത് ചെയ്യും?
അയാളുടെ ദീനിയായ ജീവിതത്തിൽ നല്ല രൂപത്തിൽ അത് സ്വാധീനിക്കും. മോശപ്പെട്ട കൂട്ടുകെട്ടാണെങ്കിൽ അത് ഈ കഥയിൽ അതിൽ പടമുണ്ട്. നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുത്, ആ നാട് മോശമാണെന്ന് പറയാൻ കാരണം എന്താ? ആ നാടിൻ്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണ്. ആ നാട്ടിലെ ആളുകളാണ് പ്രശ്നക്കാർ, അതാണ് വിഷയം. അതുകൊണ്ടാണ് അവിടേക്ക് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നുള്ള പാഠമാണ് നല്ല കൂട്ടുകെട്ട്. അത് നമ്മുടെ ദീനിയായ ജീവിതത്തെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻ തലിഖ് ഇല അർദി കദ വകദ ഫഇന്ന ബിഹ ഉനാസൻ. അവിടെ ചില ആളുകളുണ്ട് യഅ്ബുദൂനല്ലാഹ് ഫഅ്ബുദില്ലാഹ മഅഹും. അവരുടെ കൂടെ പോയി എന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യുക. അപ്പോൾ നല്ല കൂട്ടുകെട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെതായ നന്മയുണ്ട്. ഇങ്ങോട്ട് വരരുത്. എന്തുകൊണ്ടാണ്? ഇവിടെ പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അർറജുലു അൽമർഉ ഫീ ദീനി ഖലീലി. ഒരാൾ തൻ്റെ കൂട്ടുകാരുടെ ദീനിലാണ്. ഫല്യൻദുർ അഹദുക്കും ഇലാ മൻ യുഖാലി. എത്ര വലിയ സത്യം! ഈ കാലഘട്ടത്തിൽ നന്മയുള്ള കുട്ടികളെ അല്ലെങ്കിൽ നന്നാകണമെന്ന് തീരുമാനിച്ച കുട്ടികളെ വീണ്ടും വഴികേടിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൂട്ടുകെട്ട് തന്നെയാണ്, സംശയമില്ല. എത്രയോ നല്ല ആളുകൾ അവരുടെ കൂട്ടുകെട്ടുകൊണ്ട് മോശപ്പെട്ടു പോയിട്ട് വൃത്തികേടിലേക്ക് പോയിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾക്ക് അതീവ ശ്രദ്ധ ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ കഥ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അമലുകൾ അല്ലാഹു തആല പരിഗണിക്കുന്നത് ഇതിൻ്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ്. നമ്മൾ അവസാനം എങ്ങനെയാണോ എന്നുള്ളതാണ് അല്ലാഹു തആല നോക്കുന്നത്. നോക്ക്, ഈ വ്യക്തി 100 പേരെ കൊന്നു, ആ രൂപത്തിലാണ് ജീവിച്ചത്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തു? തൗബ ചെയ്തു. അല്ലാഹു തആല പരിഗണിച്ചത് എന്താണ്? അയാളുടെ തൗബയാണ്. അയാളുടെ നേരത്തെയുള്ള ജീവിതം, മോശപ്പെട്ട ജീവിതം, അതല്ല അല്ലാഹു തആല പരിഗണിച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അല്ലാഹു തആല അമലുകൾ പരിഗണിക്കുന്നത് അവസാനം പരിഗണിച്ചുകൊണ്ടാണ്. നമ്മുടെ അവസാനം എങ്ങനെയാണോ അതാണ് അല്ലാഹു തആല പരിഗണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തുഅജബു ബിഅമലി അഹദിൻ ഹത്താ തൻദുറു ബിമാ യുഖ്തമു ലഹു. നിങ്ങൾ ഒരാളുടെയും പ്രവർത്തനം കണ്ട് അത്ഭുതം കൂറരുത്. അയാൾ അവസാനം എങ്ങനെയായിരുന്നു എന്നാണ് പരിഗണിക്കുന്നത്. ചില ആളുകൾ അമലയും അത്ഭുതപ്പെടേണ്ട, അയാൾ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് അതാണ് പരിഗണിക്കുക. ഒരുപാട് കാലം നന്മയിൽ ജീവിച്ചു, അവസാനം മോശമായി ജീവിച്ചാൽ കാര്യമില്ല, അത് നഷ്ടമാണ്. എന്നാൽ ഒരുപാട് കാലം മോശമായി ജീവിച്ചു, അവസാനം നന്നായാലോ, അതാണ് അല്ലാഹു തആല പരിഗണിക്കുക. ഇവിടെ ഇദ്ദേഹം ഈ മനുഷ്യന് ഉണ്ടായതുപോലെ. അത് ഈ കഥയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. ഈ ആദ്യവും അവസാനവും നന്നാവുക കേടാവുക എന്ന വിഷയത്തിൽ പ്രധാനമായും ആളുകൾ ഏതാണ്? 4 ചെറുക്കാരാണ്. അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അഹ്വാലുൻ നാസി ബിന്നിസ്ബതി ലിൽ ബിദായാത്ത് വന്നിഹായാത്ത് 4. ഒരാളുടെ തുടക്കവും അവസാനവും പരിഗണിച്ചുകൊണ്ട് ആളുകൾ 4 തരക്കാരാണ്. അതിലൊന്നാമത്തെ വിഭാഗം മൻ ബിദായത്തുഹു ഹസന വനിഹായത്തുഹു ഹസന. തുടക്കം മുതലേ നന്മയിൽ ജീവിച്ച് അവസാനം വരെയും എന്താണ് ആ നന്മയിൽ തന്നെ തുടർന്ന് മരിച്ചു പോകുന്ന ആളുകളുണ്ട് അല്ലേ? അയാൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അയാൾ എന്താണ് നല്ല അവസ്ഥയിലാണ്. അയാളുടെ തിന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയ പ്രായം മുതലേ അയാൾ നന്മയിലാണ്, അങ്ങനെ തന്നെ മരിച്ചുപോയി. ഇതാണ് ഒരു വിഭാഗം. അതാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അയ്യുന്നാസി ഖൈർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്മയുള്ള ആരാ? മൻ താല ഉമറുഹു വഹസന അമലു. ഒരുപാട് കാലം ജീവിച്ചു, അതിലൊക്കെ എന്താണ് അയാൾ നന്മയിലാണ് ജീവിച്ചത്. ഒരുപാട് ആയുസ്സും കിട്ടിയിട്ടുണ്ട്, അയാളുടെ അമൽ നന്നായിട്ടുണ്ട്. ഇവിടെ കൂടുതൽ ആയുസ്സില്ലെങ്കിലും ഉണ്ടെങ്കിലും തുടക്കം മുതൽ അയാൾ എന്താണ് നന്മയിലാണ്, അവസാനവും അയാൾ അങ്ങനെ തന്നെ. രണ്ടാമത്തെ വിഭാഗം മൻ കാനത് ബിദായത്തുഹു സയ്യിഅ വനിഹായത്തുഹു സയ്യിഅ. വേറെ ചില ആളുകൾ തുടക്കം മുതലേ മോശമാണ്, അവസാനവും മോശമാണ്, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല.
അയാൾ തുടക്കം മുതലേ വൃത്തികെട്ട രൂപത്തിലാണ്. അങ്ങനെ തന്നെ അയാൾ മരിച്ചുപോയി. മൂന്നാമത്തെ വിഭാഗം മൻ കാനത് ബിദായതുഹു ഹസന വനിഹായതുഹു സയ്യിഅ. തുടക്കമൊക്കെ നല്ല രൂപത്തിലായിരിക്കും, പക്ഷെ അവസാനം മോശമായിരിക്കും. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലേ, ഒരുപാട് കാലം നന്മയിൽ ജീവിച്ച് അവസാനം അങ്ങോട്ട് ഇസ്ലാമിൽ നിന്ന് തെറ്റി കുഫറിലും രിദ്ദത്തൊക്കെ ബാധിച്ച് മുർത്തദ്ദായി പോയി ആളുകൾ. നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യേണ്ട ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മളെ തിന്മയിലേക്കും ദീനിൽ നിന്നും തെറ്റിക്കാനുള്ള ഒരുപാട് വഴികൾ ഓരോ ദിവസവും നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, ശുബ്ഹത്തുകളായി ഷഹവാത്തുകളായി അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ, ദീനിൽ നിന്ന് പൂർണ്ണമായി അകറ്റുന്ന രൂപത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു ഫിത്നയുടെ സംസാരം മതിയാകും, ആ ശുബ്ഹത്ത് തലയിൽ കയറി പിന്നെ സംശയമായി, പിന്നെ അള്ളാഹിനെ കുറിച്ച് സംശയമായി, അങ്ങനെ തെറ്റിപ്പോയ എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യമാണ് ഖാത്തിമത്ത് നന്നാക്കാൻ. അള്ളാഹു തആല നമ്മളെല്ലാവരുടെയും അവസാനം നന്നാക്കുമാറാവട്ടെ. നാലാമത്തെ വിഭാഗം മൻ ബിദായതുഹു സയ്യിഅ വനിഹായതുഹു ഹസന. തുടക്കം മോശമായിരുന്നു, പക്ഷെ അവസാനം നന്നായി. ഏതുപോലെ? ഇപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിച്ചതുപോലെ. അദ്ദേഹം എന്താണ്? ഇദ്ദേഹം കുറേ കാലം മോശമായിട്ടാണ് ജീവിച്ചത്. ആളുകളെ കൊലയാളിയായിരുന്നു, പക്ഷെ അവസാനം നന്നായി. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അല്ലേ, ഫിർഔന്റെ കൂടെ ഉണ്ടായിരുന്ന സാഹിറുമാർ, അല്ലേ, അവസാന സമയത്ത് അവർക്ക് മാറ്റമുണ്ടായി. അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സേവനം ചെയ്തിരുന്ന ഒരു യഹൂദി കുട്ടി, അല്ലേ, മരിക്കാൻ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അസ്ലിം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മുസ്ലിമാകാൻ സമ്മതം കൊടുത്തു, അദ്ദേഹം മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ, ഈ വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞു. ഉണ്ടോ, യഹൂദിയായി ജീവിച്ച അവസാനം മുസ്ലിമായി. ഇതാണ് നാലാമത്തെ അവസ്ഥ. ഒരുപാട് കാലം മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ച അവസാനം നന്നായി. അപ്പോൾ അവസാനമാണ് പരിഗണിക്കുക. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നല്ല അവസ്ഥയിലാണെങ്കിൽ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. മരിക്കുന്നത് വരെ ഇബാദത്തിൽ തുടരുക. നന്മയിൽ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരിക്കുന്നത് വരെയും ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുക. ഇതാണ് ഇതിൽ നിന്നുള്ള ഈ പറഞ്ഞിട്ടുള്ള കഥയിൽ നിന്നുള്ള മറ്റൊരു പാഠം. അതേപോലെ തന്നെ തൗബ വേഗത്തിലാക്കുക. ഇപ്പോൾ നോക്കി, ഇദ്ദേഹം പറഞ്ഞു തൗബയുണ്ടെന്ന് പറഞ്ഞു, ഇന്ന നാട്ടിലേക്ക് പോകണം, അവിടെ പോയി അവരുടെ കൂടെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അയാൾ ഒന്നും ചെയ്യില്ല, സംശയിച്ചില്ല, പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ തൗബ വേഗത്തിലാക്കണം എന്ന പാഠം എന്തുണ്ട്? ഈ പറഞ്ഞ കഥയിലുണ്ട്. പെട്ടെന്ന് തന്നെ തൗബ ചെയ്യണം എന്ന് പറഞ്ഞാൽ തൗബ പിന്തിപ്പിക്കരുത്. പിന്നെയാകാം എന്നുള്ളത് ചിന്തിച്ചാൽ അവസാനം നന്നാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ അവസാനം നമുക്കറിയില്ല, ഏത് സമയത്ത് സംഭവിക്കുക. അതുകൊണ്ട് ഏത് സമയത്താണ് മരണം നമ്മളെ പിടികൂടുക എന്നറിയാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അടുത്ത കൊല്ലം നന്നാകാം എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ എന്താ സംഭവിക്കുക? അതിനിടയിൽ നമുക്ക് മരിച്ചു പോകാം. ഇപ്പോൾ ആയിഷ എന്ന് പറയുന്ന ഒരു കവിയെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആയിഷ എന്ന് പറഞ്ഞൊരു കവി ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവിയാണ്. അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നു. അറിയപ്പെട്ട കവിയാണ് ആയിഷ ജാഹിലിയ കാലഘട്ടത്തിലെ. എന്താ സംഭവിച്ചത്? അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഇയാൾ ഇസ്ലാം സ്വീകരിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ മക്കയിലേക്ക് അയാൾ പ്രവേശിക്കുന്നതിന് മുമ്പേ ചെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഓഫറുകൾ കൊടുക്കുകയാണ്.
നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക. കാരണം ഒരു കവി ആ കാലഘട്ടത്തിൽ, പ്രമുഖനായ ഒരു കവി ഇസ്ലാമിലേക്ക് വന്നാൽ അത് മുശ്രിക്കുകളെ സംബന്ധിച്ചൊരു വലിയ ക്ഷീണമാണ്. അതുകൊണ്ടാണ് അയാളെ വഴിയിൽ വെച്ചിനെ തടഞ്ഞിട്ട് വലിയ ഒട്ടകങ്ങൾ, വലിയ മൂല്യമുള്ള ഒട്ടകങ്ങൾ അയാൾക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ട് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അയാൾ എന്താ ചിന്തിച്ചത്? അയാൾ പറയണേ, ഞാൻ ഒരു വർഷം ഈ പറഞ്ഞ സുഖങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും ഞാൻ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? മുസ്ലിം ആകും എന്നാണ് പ്രഖ്യാപിച്ചത്. അയാൾ എന്താ പറഞ്ഞത്? ഒരു വർഷം എന്ത് ചെയ്യുക? ഈ കിട്ടിയ സ്വത്ത് അനുഭവിക്കുക. എന്താ സംഭവിച്ച്? അയാൾക്ക് കിട്ടിയ ഒട്ടകം, അതിൽ അയാളുടെ നാട്ടിലേക്ക് ഒരു വർഷം അനുഭവിച്ചിട്ട് വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന് മുസ്ലിം ആകാമെന്ന് തീരുമാനിച്ചു പോയ അയാൾ ആ വഴിയിൽ വെച്ച് തന്നെ ഒട്ടകത്തിൽ നിന്ന് വീണ് മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നന്നാകാമെന്ന് തീരുമാനിച്ചതാണ്, മുസ്ലിം ആകാൻ തീരുമാനം. പക്ഷെ എന്ത് ചെയ്തില്ല? അയാൾക്ക് അതിന് തൗഫീഖ് ലഭിച്ചില്ല. ഇതാണ് കാര്യം. ഇതിനൊരു കൊല്ലത്തിൻ്റെ വിഷയമൊന്നുമില്ല. നാളെ മാറാം, മറ്റന്നാൾ മാറാം എന്ന് ചിന്തിച്ച് നമ്മൾ തൗബ വൈകിപ്പിച്ചാൽ അതിൻ്റെ നഷ്ടം എന്താണ്? അതിനു മുമ്പ് നമുക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞു, നമ്മുടെ അവസാനം മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതാണ് ഇതിൽ നിന്നുള്ള മറ്റൊരു പാഠം. തൗബ എന്ത് ചെയ്യണം? വളരെ വേഗത്തിലാക്കണം എന്ന പാഠം ഈ കഥയിലുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ്, സത്യസന്ധമായി ഒരാൾ തൗബ ചെയ്താൽ അല്ലാഹു തആല അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് ഈ കഥയിലുണ്ട് അല്ലേ. സത്യസന്ധമായി തൗബ ചെയ്തപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ആ തൗബ അള്ളാഹു സ്വീകരിക്കുന്നു. അയാളെ റഹ്മത്തിൻ്റെ മലക്കുകൾ കൊണ്ടുപോകുന്നു സ്വർഗത്തിലേക്ക്. എന്താ കിട്ടിയത്? സത്യസന്ധമായ തൗബക്ക് സ്വർഗമാണ് കിട്ടിയത്. എത്ര വലിയ കാര്യമാണത്. പക്ഷേ തൗബ സത്യസന്ധമാകണം. തൗബ സത്യസന്ധമാകുമ്പോഴാണ് എന്ത് ചെയ്യുക? അല്ലാഹു തആല ആ തൗബ സ്വീകരിക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ തൗബ സത്യസന്ധമാകണമെങ്കിൽ അതിന് ചില ഷർത്തുകൾ, ചില നിബന്ധനകൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് സത്യസന്ധമായ തൗബ ചെയ്യുക എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്താണ് സത്യസന്ധമായ തൗബ? അതിൻ്റെ ഒരു അടയാളം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അതിൻ്റെ ഒരു അടയാളം സത്യസന്ധമായ തൗബയാണെങ്കിൽ അൻ തുബ്ഗിള ദംബ കമാ അഹ്ബബ്തഹു. നീ ആ തിന്മയെ ഇഷ്ടപ്പെട്ടതുപോലെ അതിന് വെറുക്കണം. ആ തിന്മ ചെയ്യുമ്പോൾ ആ തിന്മയോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അതുപോലെ അതിന് വെറുക്കണം. തസ്തഗ്ഫിറ മിൻഹു ഇദാ ദക്കറതു. ആ തിന്മ മനസ്സിൽ ഓർമ്മ വരുമ്പോഴെല്ലാം എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞത് കാണാം. അപ്പം നമ്മൾ സത്യസന്ധമായ തൗബ ഇങ്ങനെയായിരിക്കും. പണ്ഡിതന്മാർ അല്ലാഹു തആല തൗബ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഷർത്തായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിശദമായി പറഞ്ഞ 5-8 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമത്തെ കാര്യം, തൗബ അതിനുള്ള ഷർത്തായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അൽ ഇഖ്ലാസ്. ഒന്ന് ഇഖ്ലാസാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളത് മഹത്തരമായ ഇബാദത്താണ്. അള്ളാഹുലേക്ക് റുജൂഉ ഇലല്ലാഹ്, അള്ളാഹുലേക്കുള്ള മടക്കമാണ്. അത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. ആളുകളെ കാണിക്കാൻ വേണ്ടി നന്നാണ് ആളുകളുണ്ട് അല്ലേ, കല്യാണം കഴിക്കാൻ വേണ്ടി അല്ലേ, പെണ്ണിട്ടുണ്ടാവില്ല, അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കാലം ഒന്ന് ഡീസൻ്റായിട്ട് നടക്കും. അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള തൗബയല്ല. അപ്പോൾ തൗബയ്ക്ക് എന്ത് വേണം? ഇഖ്ലാസ് വേണം. ഒന്ന് ഇഖ്ലാസ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് തൗബയുടെ ഷർത്ത് പറഞ്ഞെടുത്ത് ഇഖ്ലാസ് പറഞ്ഞത് കാണാം. അപ്പോൾ ഒന്ന് അതാണ് ഇഖ്ലാസ്. രണ്ടാമത്തേത്, നമ്മൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് നമ്മൾക്ക് സങ്കടം ഉണ്ടാകണം, ഖേദമുണ്ടാകണം. ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദമു തൗബ. ഖേദം അത് തൗബയാണ്. തൗബയുടെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തതിലൊരു കുറ്റബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുലേക്ക് മടങ്ങാം. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇൻ കുൻതി അൽമംതി ബിദംബിൻ
ഫസ്തഗ്ഫിരില്ലാ, നീ ഒരു തെറ്റ് ചെയ്താൽ നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. വതൂബി ഇലൈ, അള്ളാഹുലേക്ക് നീ തൗബ ചെയ്യുക. ഫഇന്ന തൗബത മിന ദംബി അന്നദമു വൽ ഇസ്തിഗ്ഫാർ. തിന്മയിൽ നിന്നുള്ള തൗബ എന്ന് പറഞ്ഞാൽ അത് ഖേദവും ഇസ്തിഗ്ഫാറുമാണ്. അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കലും ഖേദിക്കലുമാണ്. അപ്പോൾ രണ്ടാമത്തേത് ഖേദമാണ്. ചെയ്തു പോയതിൽ നമുക്ക് സങ്കടവും കുറ്റബോധവും ഉണ്ടാകണം, ഖേദം ഉണ്ടാകണം. മൂന്നാമത്തേത് ആ തിന്മ ഉപേക്ഷിക്കണം. നമ്മൾ ആ തിന്മ ഉപേക്ഷിച്ചിട്ടാണ് ആ തിന്മയിൽ നിന്ന് തൗബ ചെയ്യേണ്ടത്. ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കെ ആ തൗബ ചെയ്തിട്ട് കാര്യമില്ല. ഒരാളൊരു വൃത്തികേട് കണ്ടുകൊണ്ടിരിക്കണം, അതിനിടയിൽ അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലൈഹി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തിന്മ അയാൾ ഉപേക്ഷിക്കണം. നാലാമത്തേത്, ഇനി ഒരിക്കലും ആ തിന്മ ഞാൻ ചെയ്യില്ല എന്ന് ഉറച്ചു തീരുമാനിക്കണം. ഇനി ആ തിന്മ ഞാൻ ചെയ്യൂല, നിർത്തി, ഇനി ഞാൻ തിരിച്ചു പോകൂല എന്ന ഒരു ആസ്മ ഉണ്ടാകണം. അല്ല, ആസ്മ എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം. ഇതാണ് നാലാമത്തെ ഷർത്ത്. ഇനി ഞാൻ ആ തിന്മയിലേക്ക് തിരിച്ചു പോകൂല എന്ന് ഉറച്ച് സത്യം. ആ സമയത്ത്, ആ തൗബ ചെയ്യുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തു? ഉറച്ച് തീരുമാനിച്ചു, ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോവുകയില്ല എന്ന ഉറച്ച തീരുമാനം ആ തൗബ ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഒരു വിഷയം, നമ്മൾ ഉറച്ച് തീരുമാനിച്ചു, പിന്നെ ആ തെറ്റ് ചെയ്തു. അപ്പം എന്താ സംഭവിക്കുക? അത് പറഞ്ഞ തൗബൻ്റെ ഷർത്ത്. ആ തൗബ ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? നമ്മൾ ഉറച്ച് തീരുമാനിക്കും, ഇനി ആ തെറ്റിലേക്കില്ല എന്ന് ഉറച്ച് തീരുമാനിക്കണം. അള്ളാഹ്ക്കറിയാലോ ഖൽബ്. നമ്മളിപ്പോൾ നോമ്പിനൊക്കെ പ്രത്യേകം നന്നാകുന്ന ആളുകളുണ്ട്, നോമ്പിന് മാത്രം. അവരുടെ മനസ്സെന്തായിരിക്കും? അവരിപ്പോൾ നോമ്പിന് തൽക്കാലം സിനിമ കാണൽ നിർത്തിയിട്ടുണ്ടാവും. അവർ നോമ്പിന് തൽക്കാലം മ്യൂസിക് കേൾക്കുന്നത് നിർത്തിയിട്ടുണ്ടാകും. അവർ നോമ്പിന് തൽക്കാലം അവർ സ്ഥിരമായി ചെയ്യുന്ന തിന്മകൾ അവസാനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ അവർ പെരുന്നാളായി കഴിഞ്ഞാൽ, ശവ്വാലായി കഴിഞ്ഞാൽ അവർ ആ തിന്മയിലേക്ക് തിരിച്ചു പോകുന്ന അവർക്ക് അറിയാം. അതുകൊണ്ടല്ലേ എത്ര ആളുകൾ 30 ദിവസം സിനിമ കാണാതെ പെരുന്നാൾക്ക് റിലീസാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അയാളുടെ മനസ്സിലെന്താണ്? ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സിനിമ കാണില്ല അയാൾ തീരുമാനിച്ചിട്ടില്ല. ആ വൃത്തികേട്. അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു, ഇനി ഞാൻ ചെയ്യൂല എന്ന് ഉറച്ച് തീരുമാനിക്കണം. പക്ഷേ ഒരാളത് തീരുമാനിച്ചാലും പിന്നീട് ഒരു അടുത്ത ഘട്ടത്തിൽ അയാൾ എന്ത് ചെയ്യാം? ഒരു ദുർബല ഘട്ടത്തിൽ വീണ്ടും അയാൾ ആ തിന്മ ചെയ്തേക്കാം. പക്ഷെ ആ തൗബ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കുറച്ച് തീരുമാനം ഉണ്ടാകണം, സത്യസന്ധമായി. പക്ഷെ ഇങ്ങനെ തീരുമാനിച്ചിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും ആ തെറ്റ് ചെയ്യാൻ സാധ്യത കഴിഞ്ഞു, ഇനി എനിക്ക് മാപ്പില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. എന്തു ചെയ്യണം? വീണ്ടും തൗബ ചെയ്യണം. അപ്പോൾ അയാൾ വീണ്ടും തീരുമാനിക്കില്ല, ഞാൻ തെറ്റിലേക്ക് പോകില്ല. എന്നിട്ട് ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ചില അഡിക്ഷൻ ബാധിച്ച തെറ്റുകളൊക്കെ ഉണ്ടാവും. അത് കുറച്ചു കാലം നിർത്തും, പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അള്ളാഹുലേക്ക് തൗബ ചെയ്യുക. ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം, ലൗ തകററ ദംബു 100 മറ ഔ 1000 മറ, ഒരു തെറ്റ് 100 തവണ ആവർത്തിച്ചു, അല്ലെങ്കിൽ 1000 തവണ ആവർത്തിച്ചു, ഔ അക്സർ, അല്ലെങ്കിൽ 1000-ൽ കൂടുതൽ തവണ ആവർത്തിച്ചാലും, വതാബ ഫീ കുല്ലി മറത്തിൻ, ഓരോ തവണ തെറ്റ് സംഭവിക്കുമ്പോഴും അയാൾ തൗബ ചെയ്താൽ, ഖുബിലത് തൗബതുഹു, അയാളുടെ തൗബ സ്വീകരിക്കും. വസഖതത് ദുനൂബുഹു, അയാളുടെ തിന്മ ഇല്ലാതെയാകും. അപ്പോൾ നിരാശപ്പെടരുത്. അള്ളാഹ്ക്കറിയാം നമ്മളൊരു കാര്യം ഞാൻ തിരിച്ചു വരൂല എന്ന് പറയുമ്പോൾ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് മനസ്സിൽ തീരുമാനിച്ചു. അള്ളാഹ്ക്കറിയാത്. കാരണം അള്ളാഹയാണ് അത്തവ്വാബ്, തൗബ സ്വീകരിക്കുന്നവൻ. അല്ലാഹു തആല യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫി സുദൂർ. നമ്മൾ മനസ്സിൽ എന്ത് ഒളിപ്പിച്ചു വെച്ചാൽ അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് അള്ളാഹിനെ പറ്റിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ 4-ാമത്തെ ഷർത്ത് എന്താണ്? ആ തിന്മയിലേക്ക് ഇനി തിരിച്ചു വരികയില്ല എന്ന ഉറച്ച തീരുമാനമുണ്ടാകണം. മറ്റൊരു ഷർത്ത്, 5-ാമത്തെ ഒരു ഷർത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അൽ ഇൽമു ബിഖുബ്ഹി ദംബ്, നമ്മൾ ചെയ്ത തെറ്റിൻ്റെ വഷളത്തരം എന്താണ്, അതിൻ്റെ അപകടം എന്താണ് എന്ന് പഠിക്കണം. ഒരാൾ കള്ളു കുടിച്ചു, അയാൾ തൗബ ചെയ്യണം. മദ്യപാനത്തിൻ്റെ അപകടം എന്താണ്, അതിൻ്റെ മോശത്തരം എന്താണ് എന്നയാൾ അറിയണം എന്ന് ചില പണ്ഡിതന്മാർ ഷർത്തായി പറഞ്ഞത് കാണാം. ആ തിന്മയുടെ ഗൗരവം എന്താണ്, അതിൻ്റെ അപകടം എന്താണ് എന്നയാൾ തിരിച്ചറിയണം. അത് ഷർത്തായി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 6-ാമത്തെ ഒരു ഷർത്ത്,
മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളാണെങ്കിൽ ഹഖുൽ ആദമിയീൻ, അത് ചില സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബാധിക്കുന്ന തിന്മകളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്ന തിന്മകളാണെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ തിരിച്ചു കൊടുക്കുകയും അവരോട് മാപ്പ് ചോദിക്കേണ്ട കാര്യം മാപ്പ് ചോദിക്കുകയും വേണം. തൗബയുടെ ഷർത്താണ്. ഏഴാമത്തെ ഒരു ഷർത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അയാൾ മരിക്കുന്നതിന് മുമ്പ്, മരണം ഉറപ്പാകുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അല്ലാഹു തആല തൗബ സ്വീകരിക്കും. ഏതുവരെ? അവൻ്റെ തൊണ്ടക്കുഴിയിൽ അവൻ മരണം എത്തുന്നതിന് മുമ്പാണെങ്കിൽ. ഗർഗറത്ത് എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പാകുന്നതിന് മുമ്പ്. ഉറപ്പായ പിന്നെ അല്ലാഹു തൗബ സ്വീകരിക്കൂല. ഉറപ്പായ പിന്നെ അല്ലാഹു തആല എന്ത് ചെയ്യൂല? തൗബ സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബതൽ അബ്ദി മാ ലം യുഗർഗിർ. ഈ ഗർഗറത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, മരണം ഉറപ്പാകുന്ന ഘട്ടത്തിൽ എത്തിയാൽ അള്ളാഹു തൗബ സ്വീകരിക്കൂല. അതിനു മുമ്പാണ് തൗബ സ്വീകരിക്കും. അല്ലേ? ഫിർഔൻ എന്ത് ചെയ്തിട്ടുണ്ട്? മരിക്കുന്ന ഉറപ്പായിട്ടോ അള്ളാഹു വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അള്ളാഹു തൗബ സ്വീകരിച്ചിട്ടില്ല. മരണം ഉറപ്പായ ഘട്ടത്തിൽ പിന്നെ തൗബ, അപ്പം അതിന് മുമ്പായിരിക്കണം. അഥവാ മരണം ഉറപ്പാകുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അത് ഷർത്താണ്. അത് ഷർത്താണ്. ഹാഫിദുൽ ഹകമി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, വതുഖ്ബലു തൗബതു ഖബ്ല അൽ-ഗർഗറ കമാ അതാ ഫി ശിർഅത്തിൽ മുതഹറ. ഈ ഗർഗറത്തിൻ്റെ ശബ്ദത്തോ മരണം ആസന്നമാകുന്ന അല്ലെങ്കിൽ മരണം ഉറപ്പാകുന്നതിന് മുമ്പ് തൗബ സ്വീകരിക്കും. അത് ശർഅ പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഷർത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ സൂര്യൻ കിഴക്കുന്നാണ് എന്ത് ചെയ്യുന്നത്? ഉദിക്കുന്നത്. ഖിയാമത്ത് നാളിനോട് അനുബന്ധിച്ച് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളിൽ പെട്ടൊന്നാണ് എന്ത്? സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് തുലൂഉ ശംസ് മിൻ മഗ്രിബിഹ, പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചാൽ പിന്നെ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹുവിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താബ ഖബ്ല അൻ തത്ലുഅ അശ്-ശംസു മിൻ മഗ്രിബിഹ താബ അല്ലാഹു അലൈഹി. ഒരാൾ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കും. അതിനുശേഷം തൗബ ചെയ്താൽ സ്വീകരിക്കുകയില്ല. പിന്നെ ഉറപ്പായി, എല്ലാം ഉറപ്പായി. സൂര്യൻ ഒരിക്കൽ പടിഞ്ഞാറിന്ന് ഉദിക്കുമ്പോൾ പിന്നെ വ്യക്തമായി, പിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഖിയാമത്ത് നാൾക്ക് ദിവസങ്ങളുണ്ടാകും. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന അന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന അന്ന് പിന്നെ സൂര്യൻ പടിഞ്ഞാറിന്ന് ഉദിക്കും എന്നല്ല. പടിഞ്ഞാറിന്ന് ഉദിക്കുക എന്നൊരു വലിയ അടയാളമാണ്. ഇതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യും? ഖിയാമത്ത് നാൾ സംഭവിക്കും. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല. അപ്പോൾ ഈ ഷർത്ത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ സത്യസന്ധമായി തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ഇതിൽ പ്രത്യേകം കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയമാണ് എന്ത്? മറ്റുള്ളവരോടുള്ള തെറ്റുകൾ. അതിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ മറ്റുള്ളവരോട് ചെയ്ത തെറ്റ് അത് സാമ്പത്തികമായ അങ്ങനെയുള്ള ഇടപാടുകളാണെങ്കിൽ എന്ത് ചെയ്യണം? അത് തിരിച്ചു കൊടുക്കണം. അതിൽ വിശദീകരണം ഉണ്ട്. എങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ സമ്പത്ത് മോഷ്ടിച്ചു അല്ലെങ്കിൽ മറ്റൊരാളുടെ സമ്പത്ത് അപഹരിച്ചു. അയാൾക്ക് പിന്നീട് കുറേ കാലത്തിന് ശേഷം മാറണമെന്ന് തോന്നി. അയാൾ എങ്ങനെ അത് തൗബ ചെയ്യും? ഈ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അയാൾ ഒരു സംഖ്യ മറ്റൊരാളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അയാളുടെ ഹക്ക് ഇയാളുടെ കയ്യിൽപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കണം. എങ്ങനെ തിരിച്ചു കൊടുക്കാം? ആരിൽ നിന്നാണ് അയാൾ എടുത്തത് എന്ന് അയാൾക്കറിയാം എങ്കിൽ, അയാളാണെങ്കിൽ ഇത് അറിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഇത്ര പൈസ കട്ടിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ പോയിട്ട്
അത് പറയൽ നിർബന്ധമല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു അയാൾക്കത് തിരിച്ചു കൊടുക്കണം. എങ്ങനെ? ഒന്നുകിൽ ഒരു എഴുത്തായിട്ട് പറയാം, നിന്നിൽ നിന്നൊരാൾ ഇന്ന സംഖ്യ എടുത്തിരുന്നു, അത് തിരിച്ച് അയാൾ തരികയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഒരു സ്ഥലത്ത് അയാളെ വണ്ടിയിലോ അല്ലെങ്കിൽ അയാൾ റൂട്ടിലോ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ എന്താ ഇത് സംഭവിച്ചു? അയാൾ തിരിച്ച് അയാളെടുത്ത് അയാൾ തിരിച്ചു കൊടുത്തു. വേറെ ചില ഘട്ടങ്ങളിൽ നമ്മൾ ആരിൽ നിന്നാണ് സമ്പത്ത് തട്ടിയെടുത്തത് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അയാൾ നിലവിൽ ഇവിടെ ഇല്ല, അയാളെ കാണാനില്ല, അയാൾ നമുക്കറിയില്ല. ഈ കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ആൾക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇത് ആരെടുത്തുനിന്ന് വാങ്ങി ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങി കൂട്ടിയിട്ടുണ്ടാവും. എന്തു ചെയ്യും? അയാൾ തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു ആരിൽ നിന്നാണോ അയാൾ അത് എടുത്തത് അയാളുടെ പേരിൽ സദഖ കൊടുക്കുക. അയാളുടെ പേരിൽ ഒരു 10,000 റുപ്യ വേറെ അടുത്തുനിന്ന് അയാൾ തട്ടിയെടുത്തിട്ടുണ്ട്, പക്ഷെ അയാളെ കാണാനല്ല തിരിച്ചു കൊടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം? അയാളുടെ പേരിൽ എന്ത് ചെയ്യുക? ഇത് സദഖ കൊടുക്കുക. ഈ 10,000 അയാളുടെ പേരിൽ. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിൽ കരുതണം, അയാളെ കണ്ടാൽ പിന്നെ കാണാൻ ഇടയായാൽ എന്ത് ചെയ്യണം? നേർക്ക് നേരെ തന്നെ കൊടുക്കും എന്ന് മനസ്സിൽ നിയത്താക്കിയിട്ട് എന്ത് ചെയ്യാം? അത് സദഖ കൊടുക്കുക. പിന്നെ അയാളെ കണ്ടാൽ തിരിച്ചു കൊടുക്കും വേണം. മറ്റൊരാളുടെ എടുത്താൽ ഇതൊക്കെ നമ്മൾ ഇതിലൊരു മറുവശം എന്താണ്? വേറൊരാളുടെ സാധനം അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നുള്ളതിൻ്റെ ഗൗരവമാണ്. നമ്മൾക്ക് നന്നാകണം തീരുമാനിച്ചാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മറ്റൊരാളെ ഒരു നിലക്കും നമ്മൾ പ്രയാസപ്പെടുത്താതിരിക്കുക, മറ്റൊരാളോട് അക്രമം ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മാനവീയായ കാര്യങ്ങളാണെങ്കിൽ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞു, ഒരാളെ പറ്റി ചീത്ത പറഞ്ഞു, ഒരാളെ പറ്റി കളവ് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു നമ്മൾ ചെയ്ത ആ കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാളോട് നേരിട്ട് പോയിട്ടുണ്ട് എന്ത് ചെയ്യണം? മാപ്പ് ചെയ്യണം. നമ്മളൊരാളെ പറ്റി കളവ് പറഞ്ഞു, നമ്മളൊരാളെ പറ്റി ചീത്ത പറഞ്ഞു, അയാളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് ഇസ്തിഹ്ലാൽ, പുറത്തു തരണം, ചെയ്തു പോയതാണ്, മാപ്പ് തരണം എന്ന് നേരിട്ട് പോയിട്ട് തന്നെ പറയണം. അതാണ്. ഇനി നമ്മൾ ചെയ്ത കാര്യം അയാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യേണ്ടതില്ല? നമ്മളൊരാളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞു, അയാളത് അറിഞ്ഞിട്ടില്ല. നമ്മളൊരാളെക്കുറിച്ച് ചീത്ത പറഞ്ഞു, അയാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അയാൾക്ക് വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞു അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പിന്നെ അയാളെക്കുറിച്ച് നല്ലത് പറയുക. മനസ്സിലായില്ലേ? മറ്റെന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞതൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മുപ്പര് അറിഞ്ഞിട്ടില്ല. നമ്മൾ പോയിട്ട് ഞാൻ എന്നെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞിരുന്നു പറയുമ്പോൾ അയാൾക്ക് കൂടുതൽ പ്രശ്നമാവും, ചിലപ്പോൾ ടെൻഷനാവും, ഇപ്പോൾ കൂടുതൽ വഷളാവും, കാര്യം ഒരു മസലഹത്തിന് ഉണ്ടാകില്ല. അപ്പോൾ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നാൽ ചില ആളുകൾ അവരോട് നമ്മൾ പോയി പറഞ്ഞാൽ അവരത് സ്വീകരിക്കും, അവർ ആ നിലക്ക് പോസിറ്റീവായിട്ട് എടുക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പോയിട്ട് പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തിറങ്ങും. അയാൾ നമുക്കറിയാം, അങ്ങനെ പോയി പറഞ്ഞാൽ അയാളത് സ്വീകരിക്കും, അയാളതിനെന്ത് ചെയ്യൂല, അതിനെ നല്ല രൂപത്തിൽ പ്രതികരിക്കും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് അയാളോട് നേരിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? മാപ്പ് ചോദിക്കാം. ഇല്ലെങ്കിൽ അയാളോട് പറയണ്ട, അയാൾ അറിഞ്ഞിട്ടില്ലല്ലോ കാര്യം. നമ്മൾ അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക, പിന്നെ അയാളെക്കുറിച്ച് നല്ലത് പറയുക, അതേപോലെ തന്നെ മറ്റൊരു വിഷയം ഇതിലുള്ളത് എന്താണ്? ഇപ്പോൾ ഇയാൾ 100 ആളെ കൊന്നിട്ടുണ്ടല്ലോ, എന്താണ് ആ 100 ആളും എന്താണ്? ളുൽമിന് വിധേയരായ ആളുകളാണ്. ഇതിനെക്കുറിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഒരാളെ കൊന്നാൽ അയാളുടെ കുടുംബക്കാർക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഇപ്പോൾ ചിലപ്പോൾ നഷ്ടപരിഹാരം അവർക്ക് ലഭിക്കും. പക്ഷേ ഈ മഖ്തൂലിന് എന്തില്ല? കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നാളെ പരലോകത്തെത്തുമ്പോൾ ഈ തൗബ ചെയ്തയാൾ നാളെ പരലോകത്ത് അല്ലാഹു എന്ത് ചെയ്യും? അയാളിൽ നിന്ന് ഖിസാസിനുള്ള ഈ പറഞ്ഞ നമ്മൾ ആരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും നാളെ പരലോകത്ത് അല്ലാഹു എന്ത് ചെയ്യും? അവന് തിരിച്ച് പ്രതിക്രിയ ചെയ്യാനുള്ള അവസരം കൊടുക്കും. എത്രത്തോളം അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണത്. ആരോട് അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നാളെ പരലോകത്ത് അത് തീർപ്പാക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ? അള്ളാഹു തആല ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ, തീർപ്പാക്കും. എന്നാൽ ഒരാൾ സത്യസന്ധമായി തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തതുപോലെ അയാൾ 100 ആളെ കൊന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരാൾ എന്ത് ചെയ്തു?
കൊലയാളിയായിരുന്നു, പക്ഷെ നന്നായി. പണ്ഡിതന്മാർ പറഞ്ഞു, മൻ താബ ഫി ദുനിയാ അർദാഹുല്ലാഹു അർദല്ലാഹു ഖസ്മഹു യൗമൽ ഖിയാമ. മൻ താബ ഫി ദുനിയ, ഒരാൾ ദുനിയാവിൽ തൗബ ചെയ്തു, ഇതുപോലുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്തു, പക്ഷെ അയാൾ സത്യസന്ധമായി ചോദിക്കും, അർദല്ലാഹു ഖസ്മഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അയാളുടെ എതിരാളിയെ തൃപ്തിപ്പെടുത്തുന്ന അയാൾക്ക് എന്ത് ചെയ്യും? വിട്ടുവീഴ്ച ചെയ്യാനുള്ള, അത് അയാളോട് ചെയ്ത ഇയാൾ സത്യസന്ധമായി തോപ ചെയ്തുകൊണ്ട് എതിർ കക്ഷി അള്ളാഹു എന്ത് ചെയ്യും? തൃപ്തിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? ഇദ്ദേഹത്തിനെ സ്വർഗത്തിലേക്കാക്കും. പക്ഷെ എന്ത് ചെയ്യണം? ഇയാൾ ചെയ്ത തോപ എന്ത് ചെയ്യണം? സത്യസന്ധമാകണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോൾ മറ്റൊരാളെ ഉപദ്രവിക്കുക, മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കുക എന്നുള്ളത്, അതിന് തോപ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറഞ്ഞ കഥയിലുള്ള പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അത് വേഗത്തിലാക്കുക, അതിനെ പിന്തിപ്പിക്കരുത്. നമ്മൾ എത്ര തന്നെ ഗൗരവമുള്ള തിന്മകൾ നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും സത്യസന്ധമായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അത് അള്ളാഹു സ്വീകരിക്കും. നമ്മൾ കേട്ട ചരിത്രമായിരിക്കും അബു തവീൽ ഷതബുൽ മംദൂദ് എന്ന് പറയുന്ന സഹാബിയുടെ ചരിത്രം. അദ്ദേഹം ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്ന കാര്യം നമുക്ക് അവസാനം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ കേട്ട ചരിത്രമായിരിക്കും, ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മൾക്ക് നന്നാകും. അബു തവീൽ ഷതബുൽ മംദൂദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹം വളരെ വൃദ്ധനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് അദ്ദേഹം ചില റിവായത്തുകളിൽ കാണാം, അദ്ദേഹത്തിൻ്റെ ഈ പുരികൊക്കെ ഇങ്ങനെ കണ്ണിനോട് ചേർന്ന് അങ്ങേറ്റം പ്രായമായിട്ടുള്ള അവസ്ഥയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അറഅയ്ത റജുലൻ അമില ദുനൂബ കുല്ലഹ, ഒരു മനുഷ്യനുണ്ട്, അയാൾ എല്ലാ തിന്മകളും ചെയ്തിട്ടുണ്ട്. ഫലം യത്രുക് മിൻഹാ ഷൈഅ, അയാൾ ചെയ്യാത്തൊരു തിന്മയുമില്ല. വഹുവ ഫീ ദാലിക ലം യത്രുക് ഹാജതൻ വലാ ദാജ, ചെറുതും വലുതുമായ തിന്മകളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. ഏതൊരു ചെറിയ തിന്മയുണ്ടാകട്ടെ വലിയ തിന്മയുണ്ടാകട്ടെ, ഇല്ല അറ്റാഹ, അയാളത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഫഹൽ ലഹു മിൻ തൗബ, അയാൾക്ക് തൗബയുണ്ടോ എന്നാണ് ചോദ്യം. എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പം ഇതിന് വേറെ ഫായിദയുണ്ട്. പണ്ഡിതന്മാർ അദ്ദേഹം ഞാൻ ഇന്ന തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ല പറഞ്ഞു, ഒരാൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് തോപുണ്ടോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയണത്. ഇതൊരു മര്യാദയാണ്. നമ്മളൊരു കാര്യം, നമുക്കൊരു മസല അറിയണമെന്നുണ്ട്, നമ്മളിൽ സംഭവിച്ചൊരു തെറ്റാണ്, അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന തോന്നിയാസം ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്യണം, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ തിന്മകൾ മറ്റൊരാളുടെ മുമ്പിൽ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വിഷയത്തിൽ കിട്ടാൻ മതി, ഒരാൾ ഇന്ന തെറ്റ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. അല്ല ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല. അത് ഈ ഹദീസിലുള്ള പാഠമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂൽ ഫഅൽ അസ്ലം, തനി മുസ്ലിം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ മുസ്ലിമായി ഷഹാദ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഷഹാദത്ത് കലിമത്തു ഷഹാദ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, തഫ്അലുൽ ഖൈറാത്ത് വതത്റുക്കു സയ്യിആത്ത്, ഇനി നീ ചെയ്യേണ്ടത് എന്താണ്? നന്മകൾ ചെയ്യുക, തിന്മകൾ ഉപേക്ഷിക്കുക. ഇനി നിന്റെ ജീവിതം നന്നാക്കുക, അതാണ് നീ ചെയ്യേണ്ടത്. ഫയജ്അലുഹുന്ന അല്ലാഹു ലക ഖൈറാത്തിൻ കുല്ലഹുന്ന, അപ്പോൾ നീ ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു നന്മകളാക്കും. അപ്പോൾ നോക്കി, എത്ര വലിയ ഓഫറാണ്. ഇനി നീ നന്മകൾ ചെയ്ത് ജീവിക്കുക, തിന്മകൾ ഉപേക്ഷിക്കുക, എങ്കിൽ നിന്റെ തിന്മകൾ അള്ളാഹു നന്മകളാക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരത്ഭുതം, വഗദറാത്തി വഫജറാത്തി, ഞാൻ ചെയ്ത തോന്നിവാസവും ഞാൻ ചെയ്ത വൃത്തികേടുമൊക്കെ നന്മകളാക്കി മാറ്റുമെന്നും. പുറത്തിരുന്നല്ല പറഞ്ഞത്, അതിനപ്പുറത്ത് എന്ത് ചെയ്തു? നീ ചെയ്ത തിന്മകൾ, നീ ചെയ്ത തോന്നിവാസം, നീ ചെയ്ത വഞ്ചനകൾ, അതൊക്കെ നന്മയാക്കി മാറ്റും. അപ്പോൾ അദ്ദേഹം ചോദിക്കും, വഗദറാത്തി വഫജറാത്തി, ഞാൻ ചെയ്ത വഞ്ചനകളും തോന്നിവാസങ്ങളും ഒക്കെ നന്മകളാക്കി മാറ്റുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ,
നന്മകളാക്കി മാറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സദസ്സിൽ നിന്ന് പോയി. നോക്ക്, അള്ളാഹുവിലേക്ക് നമ്മൾ സത്യസന്ധമായി തൗബ ചെയ്താൽ അതിന് നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരുമെന്ന് മാത്രമല്ല, നമ്മൾ ചെയ്ത തോന്നിവാസങ്ങൾ അള്ളാഹു അതിൻ്റെ സ്ഥാനത്ത് നന്മ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. സൂറത്തുൽ ഫുർഖാനിലെ ആയത്താണ്, ഖുർആനിൽ പറയുന്ന കാര്യമാണിത്. ഒരാൾ ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ, തൗബ സത്യസന്ധാകണം, ശരിയായ തൗബയാകണം, എന്നിട്ട് ഈമാൻ ഉണ്ടാകണം, അതേപോലെ തന്നെ അമലുൻ സാലിഹ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ശേഷമുള്ള ശിഷ്ടകാല ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാക്കി മാറ്റിയാൽ അവന് നഷ്ടപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവന് തിരിച്ചു പിടിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ബിത്തൗബത്തിൻ നസൂഹ്, സത്യസന്ധമായ തൗബ കൊണ്ട്. എത്ര വലിയ ഓഫറാണ്! അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. സത്യസന്ധമായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിൽ കരുതി അതോർത്ത് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. അള്ളാഹു തആല അത് സ്വീകരിക്കും. ഇപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൊത്തത്തിൽ എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കണമേ എന്ന് പറയുന്നതും അതിനേക്കാൾ കുറച്ചും കൂടി ഫലപ്രദമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത തിന്മകൾ ഓർത്തിട്ട് എന്ത് ചെയ്യാം? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അതിന് കൂടുതൽ എന്തുണ്ടാവും? ഫലമുണ്ടാകും എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ നമ്മൾ ചെയ്ത തിന്മകൾ ആരും അറിയാത്ത രഹസ്യ ജീവിതത്തിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പറയില്ല, ചില അഡിക്ഷൻ ബാധിച്ച തിന്മകളൊക്കെ ഈ പറഞ്ഞ സാധനം മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് ഇതിൽ പെട്ടുപോകുന്ന ആളുകളുണ്ടാകും. അള്ളാഹുവിനോട് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങി ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് സംഭവിച്ചു പോയി, ഇനി ചെയ്യൂല എന്ന് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു തആല അത് സ്വീകരിക്കും. അങ്ങനെയുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്, തവ്വാബായ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾക്ക് സാധിക്കണം. ഈ റമദാൻ അത് നമുക്കുള്ള വലിയ അവസരമാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മൾ ചെയ്ത എല്ലാ തിന്മകളും പുറത്ത് ഈ റമദാനോടുകൂടി എല്ലാ തിന്മകളും മായ്ക്കപ്പെട്ട അവസ്ഥയിൽ ഈ റമദാനിൽ നിന്ന് പിരിയാൻ വിട്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗബയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തൗബ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ചില മർത്തബകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുതരമായൊരു തെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണോ തൗബ ചെയ്യേണ്ടത്? അല്ല, എല്ലാ ദിവസവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ്, ഞാൻ ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് തൗബ ഇസ്തിഗ്ഫാറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 70 അല്ലെങ്കിൽ 100 തവണയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തൗബ ചെയ്യുന്ന ആളുകൾ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, തായിബൂന അലാ 3 തബഖാത്ത്, തൗബ ചെയ്യുന്ന ആളുകൾ 3 തട്ടിലാണ്. ഫഅദ്നാഹും അത്തായിബൂന മിനൽ കുഫർ, ഏറ്റവും താഴെയുള്ള തട്ട് എന്ന് പറഞ്ഞാൽ കുഫറിൽ നിന്നുള്ള തൗബ. ഏറ്റവും ഗുരുതരമായ തിന്മ അതാണല്ലോ കുഫറും ഷിർക്കും. ഷിർക്ക് എന്ന കുഫറാണ്. അപ്പോൾ അതിൽ നിന്നുള്ള തൗബ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുക, കുഫർ ഒഴിവാക്കി. അപ്പോൾ ഔസത്തും അതിനപ്പുറത്തുള്ള എന്താണ്, അത്തായിബൂന മിനൽ മഅസിയ, മുസ്ലിം ആയതിനു ശേഷം എന്ത് ചെയ്യും, തിന്മകൾ സംഭവിക്കും, അതിൽ നിന്നുള്ള തൗബയാണ് രണ്ടാമത്തെ മർത്തബ. വഅഅലാഹും, ഏറ്റവും ഉയർന്നത് എന്താണ്, അത്തായിബൂന മിനൽ ഗഫ്ല, തെറ്റുന്നാവില്ല പക്ഷെ ശ്രദ്ധക്കുറവ്, ഗഫ്ലത്ത്, അതിൻ്റെ പേരിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് പല നന്മകളും നഷ്ടമായിട്ടുണ്ടാവും അല്ലേ. ചില തിന്മകൾ ചെന്ന് ചിലപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ചാടി, അതിൽ നിന്ന് തൗബ. അപ്പോൾ നമ്മൾ വരുന്ന ഓരോ വീഴ്ചകളിലും അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.